ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ആഴമായ പഠനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഘട്ടം കടന്നു കഴിയുമ്പോഴും കുർബാനയെക്കുറിച്ച് കുറേ കൂടെ വ്യക്തമായ അറിവുകളും ബോധ്യങ്ങളും നമുക്ക് ലഭിക്കുകയാണ്. സാധാരണയായി ആളുകൾ പറയും, പരിശുദ്ധ കുർബാന എന്താണ് എന്ന് പഠിക്കലാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. പക്ഷേ ഇത്തിരി കൂടി ആഴങ്ങളിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും, പരിശുദ്ധ കുർബാന എന്താണ് എന്നല്ല, പരിശുദ്ധ കുർബാന ആരാണ് എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ കുർബാന എന്താണ് എന്നല്ല, പരിശുദ്ധ കുർബാന ആരാണ് എന്നാണ് പഠിക്കുന്നത്. ദൈവപുത്രനായ ഈശോ മിശിഹ തന്നെയാണ് പരിശുദ്ധ കുർബാന. അതാണ് അവസാനം നമ്മൾ എത്തി നിൽക്കുന്ന രംഗം. ഈ പരമമായ സത്യത്തെ അനുഭവവേദ്യമാക്കുന്നതിന് വേണ്ടി ഓരോരുത്തരും പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ അവർ സ്വീകരിക്കേണ്ട അടിസ്ഥാനപരമായ മനോഭാവങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ അനുഗുണ മനോഭാവങ്ങൾ എന്ന പേരിൽ പറയുന്നതിൽ ഒന്നാമത്തത് ഉറച്ച വിശ്വാസം ഉണ്ടാകണമെന്നാണ്. ഉറച്ച വിശ്വാസം, അതേക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. രണ്ടാമതായി പറയാൻ ആഗ്രഹിച്ചു കഴിഞ്ഞ ആഴ്ച, പൂർണ്ണ ഹൃദയത്തോടെ വേണം പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കുചേരാൻ. ഇന്ന് മൂന്നാമത്തതിലേക്ക് പ്രവേശിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അത് വിനീതമായ മനസ്സോടെ വേണം പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ. ഓരോന്നും വളരെ ആഴമായ പഠനങ്ങൾക്ക് വിഷയമാവേണ്ടതാണ്. വിനീതമായ മനസ്സ്, വലിയ ഭാവത്തോടു കൂടെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്താൽ ഒരനുഭവമില്ലാതെ നീ തിരിച്ചു പോകും. എന്നാൽ അഗാധമായ അനുതാപത്തോടും വിനീതമായ മനസ്സോടും കൂടെയാണ് ബലിയിൽ പങ്കുചേരുന്നതെങ്കിൽ അതിൻ്റെ അനുഭവം നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇത് പരിശുദ്ധ ബൈബിളിൽ നിന്ന് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങളിൽ നിന്ന് വ്യാഖ്യാനിക്കാനാണ് ഞാൻ ശ്രമിക്കുക. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗമാണ്. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ വചനഭാഗം. ഫരീസയനും ചുങ്കക്കാരനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നതാണല്ലോ രംഗം. വചനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: 2 പേർ പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരീസയനും മറ്റേയാൾ ചുങ്കക്കാരനും. ബൈബിളുള്ളവർ തുറന്ന് അത് വായിക്കുക, അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് വായിക്കാനായിട്ട് ശ്രമിക്കുക. 2 പേർ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരീസയനും മറ്റേയാൾ ചുങ്കക്കാരനും. അവരുടെ പ്രാർത്ഥനകൾക്ക് മാത്രമല്ല, അവരുടെ മനോഭാവങ്ങൾക്കും അടിസ്ഥാനപരമായ മാറ്റമുണ്ടായിരുന്നുവെന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യം. ഫരീസയൻ പറയുന്നത്, ഫരീസയൻ എന്തുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു? ദൈവമേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങനെ നന്ദി പറയാനുള്ള കാരണം പിന്നെ എടുത്തു പറയുകയാണ്. എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ആദ്യത്തേത് മറ്റുള്ളവരെ വിധിക്കുകയാണ്. മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ എന്തോ വലിയവനാണ് എന്ന് സ്വയം വരുത്തി തീർക്കാനുള്ള ഒരു ആഗ്രഹമാണ് അവൻ്റെ പ്രാർത്ഥനയിൽ പോലും നിഴലിക്കുന്നത് എന്നത് നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കളയും. ഇങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചു പോകാനായിട്ട് സാധിക്കുക? എന്നാൽ ഞാൻ എങ്ങനെയാണ്? അവൻ പറയുന്നു, ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. നിസ്സാരമായ കാര്യമല്ല. ആഴ്ചയിൽ ഒരു ദിവസം തന്നെ ഉപവാസം എടുക്കാൻ പാടാണ്. അപ്പോൾ ഈ ഫരീസയൻ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്ന ആളാണ്, വലിയ ആളാണ്. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം ഞാൻ കൊടുക്കുന്നു. ദശാംശം കൊടുക്കുക എന്നതൊക്കെ ആത്മീയ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്തവരുടെ സമൂഹത്തിൽ എല്ലാറ്റിൻ്റെയും 10% ദശാംശം കൊടുക്കുന്ന മനുഷ്യൻ വലിയ മനുഷ്യനാണ്. എന്നാൽ അവനിതെല്ലാം ഏറ്റുപറഞ്ഞ് മറ്റുള്ളവരെ വിമർശിക്കുകയും മറ്റുള്ളവരെ വിധിക്കുകയും ചെയ്തുകൊണ്ടും മറ്റുള്ളവരെക്കാളെല്ലാം ഞാൻ വലിയവനാണ് എന്ന്, എൻ്റെ ജീവിതം കുറേ കൂടെ ശ്രേഷ്ഠമാണെന്ന്, അനുകരണീയമാണെന്ന് ഒക്കെ വരുത്തി തീർക്കത്തക്ക വിധത്തിൽ അവൻ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ നടത്തുന്ന പ്രാർത്ഥന
സ്വീകരിക്കപ്പെടാതെ പോയ പ്രാർത്ഥനയാണ് എന്ന് കേൾക്കുന്നിടത്താണ് ഈ പ്രാർത്ഥന എത്രയോ നിരർത്ഥകമാണ് എന്ന് ശരിക്കും മനസ്സിലാവുക. 18-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 18-ന്റെ 13 വരുമ്പോൾ, ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു. എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് വലിയ വാചാലതകളൊന്നുമില്ല, മറ്റുള്ളവരെക്കുറിച്ചുള്ള പരാമർശങ്ങളില്ല. താനായിരിക്കുന്ന അവസ്ഥ എത്രയോ ബലഹീനമായ അവസ്ഥയാണെന്ന് തൻ്റെ അവസ്ഥ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപിൽ വരുമ്പോൾ ഒരാൾക്ക് ഉണ്ടാവേണ്ട ഭാവം എന്ന് പറയുന്നത് ഈ പരിശുദ്ധിയോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ എത്രയോ പാപിയും ബലഹീനനുമാണ് എന്ന തിരിച്ചറിവാണ്. ഏശയ്യായിക്കുണ്ടായ ദർശനത്തിൽ ഏശയ്യ താൻ എത്രയോ വലിയ പാപി എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പൗലോസ്ലീഹ ദൈവീകമായ അനുഭൂതികളിൽ ആയിരുന്ന നാളുകളിൽ പാപികളിൽ ഒന്നാമനാണ് ഞാൻ എന്ന് പറയാൻ മാത്രം അവന് ദൈവാനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിലേക്ക് എത്തുമ്പോഴാണ് ഒരുവൻ താൻ എത്രയോ നിസ്സാരനാണെന്ന്, പാപിയാണെന്ന്, ബലഹീനനാണ് എന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തൻ്റെ അയോഗ്യതയെ മനസ്സിലാകുക എന്ന് പറയുന്നതാണ് താൻ ആയിരിക്കുന്നത് ദൈവ സാന്നിധ്യത്തിലാണ് എന്നതിൻ്റെ അവൻ അറിയാതെ തന്നെ പറയുന്ന കാര്യം. പത്രോസ്ലീഹ, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, നീ എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിലാണ് നമ്മളത് കാണുക. അത്ഭുതകരമായൊരു മീൻപിടുത്തത്തിൻ്റെ മുൻപിൽ തൻ്റെ മുൻപിൽ നിൽക്കുന്നവൻ സാധാരണക്കാരനായ മനുഷ്യനല്ല, ദൈവമാണെന്ന് മനസ്സിലായപ്പോൾ, നീ എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയായ മനുഷ്യനാണ് എന്ന് പറഞ്ഞു. പത്രോസ് ആദ്യമായി താൻ പാപിയാണ് എന്ന ബോധ്യത്തിലേക്ക് വളരുന്നത് പരിശുദ്ധനായ കർത്താവിൻ്റെ മുൻപിലാണ്. എന്ന് പറയുന്നത് പോലെ ഈ ചുങ്കക്കാരൻ, ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ച്, മാറത്തടിച്ച് നിലവിളിച്ച് അവൻ പ്രാർത്ഥിച്ചു. ഈശോ ഈ 2 പേരുടെ പ്രാർത്ഥനയ്ക്ക് പിന്നീട് അതിന് പ്രതികരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരീസേനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. ഇവൻ ചുങ്കക്കാരൻ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി. എന്തെന്നാൽ അതിന് കാരണകർത്താവ് പറയുന്നതാണ്, ശ്രദ്ധിക്കേണ്ടത്. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. അപ്പോൾ ഫരീസയൻ തന്നെ ഉയർത്തി, മറ്റുള്ളവരെക്കാൾ ഞാൻ വലിയവനാണെന്ന് അവൻ സ്ഥാപിക്കാൻ ശ്രമിച്ചു. എന്നാൽ അത്തരം മനോഭാവങ്ങളൊന്നുമില്ലാതെ രണ്ടാമത്തവൻ ചുങ്കക്കാരൻ പറഞ്ഞു, അവൻ തന്നെ താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, കർത്താവേ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് സ്വയം ഒരുവൻ തന്നെ ഉയർത്തിയാലും മറ്റുള്ളവർ ഒരുവനെ ഉയർത്തിയാലും ഉയരുന്ന ഉയരത്തിന് പരിധിയുണ്ട്, ഉയർന്നു നിൽക്കുന്ന സമയത്തിനും പരിധിയുണ്ട് എന്ന് പറയുന്നത്. ശരിക്കും ശ്രദ്ധിച്ചേ, ഞാൻ എന്നെ തന്നെ ഉയർത്താൻ തുടങ്ങിയാൽ എന്തുമാത്രം എന്നെ ഉയർത്താൻ പറ്റും? മറ്റുള്ളവരെല്ലാം ചേർന്ന് ഒരാളെ, ഈ സമൂഹത്തിലെ ഒരാളെ മറ്റുള്ളവരെല്ലാം ചേർന്ന് ഇങ്ങനെ പൊക്കി പറയാൻ തുടങ്ങിയാൽ എത്ര നേരം പൊക്കി പറയും? എത്ര പൊങ്ങാൻ പറ്റും? പൊങ്ങുന്നതിനൊക്കെ പരിധിയുണ്ട്. അതുകൊണ്ടാണ് സ്വയം ഉയർത്തിയാലും മറ്റുള്ളവർ നമ്മളെ ഉയർത്തിയാലും ഉയരുന്ന ഉയരത്തിന് പരിധിയുണ്ട്, ഉയർന്നു നിൽക്കുന്ന സമയത്തിനും പരിധിയുണ്ട്. ഓശാന വിളികൾക്ക് ഒരാഴ്ചത്തെ ആയുസേ ഉള്ളൂ. ഈ പൊക്കി പറഞ്ഞവരൊക്കെ, സ്തുതിപാഠകനായി കൂടെ നിന്നവനൊക്കെ കാലുവാനാൻ ഒത്തിരി സമയമൊന്നും വേണ്ട. ഓശാന വിളികൾ കൊലവിളികളായി മാറുന്നത് കേവലം ഒരാഴ്ചയുടെ വ്യത്യാസത്തിലാണ് എന്നത് മറ്റുള്ളവരുടെ വാക്കുകൾക്കൊക്കെ അത്ര വില കൊടുത്താൽ മതി എന്നൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. അതുകൊണ്ടാണ് സ്വയം ഉയർത്തിയാലും മറ്റുള്ളവർ നമ്മളെ ഉയർത്തിയാലും ഉയരുന്ന ഉയരത്തിന് പരിധിയുണ്ട്.
എന്നാൽ ദൈവം ഒരാളെ ഉയർത്തിയാൽ ഉയരുന്ന ഉയരത്തിന് പരിധിയില്ല, ഉയർന്നു നിൽക്കുന്ന സമയത്തിനും പരിധിയില്ല. അപ്പം മറ്റുള്ളവർ ഉയർത്തുന്നതല്ല, ദൈവം ഉയർത്തുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ദൈവം ഉയർത്തിയാൽ ഉയരുന്ന ഉയരത്തിന് പരിധിയില്ല. ദൈവം ഉയർത്തിയാൽ ഉയർന്നു നിൽക്കുന്ന സമയത്തിനും പരിധിയില്ല. അതുകൊണ്ടാണ് തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്ന് പറയുക. ഞാൻ പലപ്പോഴും വെറുതെ ഇങ്ങനെ ഓർത്തിട്ടുണ്ട്, ഭാരമുള്ളതിനെ പൊക്കാൻ പ്രയാസമാണ്. തലക്കനം വന്നാൽ പൊക്കാൻ പ്രയാസമാണ്, ഉയർത്താൻ പ്രയാസമാണ് ദൈവത്തിന് പോലും. അതുകൊണ്ട് ഭാരമില്ലാത്തതിനെ പൊക്കിപ്പിടിക്കുക എളുപ്പമാണ്. ദൈവത്തിനും അങ്ങനെ തന്നെയാണ്. തലക്കനമുള്ളതിനെ തമ്പുരാൻ പോലും ഉയർത്തില്ല. തലക്കനമില്ലാതെ ശാന്തമായി ജീവിക്കാൻ, വിനീത മനസ്സോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ ദൈവം ആ വ്യക്തിയെ ഉയർത്തും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് ഫരീസന്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയിൽ നിന്ന് ഈശോയുടെ മറുപടിയിൽ നമുക്ക് വ്യക്തമാകുന്ന പരമമായ സത്യം. അതുകൊണ്ട് പരിശുദ്ധമായ ബലിയിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ ഫരീസയൻ്റെ മനസ്സോടെയല്ല, ചുങ്കക്കാരൻ്റെ മനസ്സോടെ വേണം ദേവാലയത്തിലേക്ക് വരാൻ. ഇതാണ് ഇന്ന് വളരെ പ്രധാനമായി ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യം. ഫരീസയൻ്റെ മനസ്സുമായി ബലിയർപ്പിക്കാൻ വരുന്നവൻ നീതീകരിക്കപ്പെടാതെ തിരിച്ചു പോകുന്നു. എന്നാൽ പാപബോധത്തോടെ കടന്നു വരുന്ന, വിനീത മനസ്സോടെ കടന്നു വരുന്നവൻ അവനേക്കാൾ, മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനായി ദൈവത്താൽ ഉയർത്തപ്പെട്ടവനായി മാറുന്നു. അതുകൊണ്ട് മറ്റുള്ളവരെ എല്ലാം നമ്മളെക്കാൾ ശ്രേഷ്ഠരായി കരുതാൻ പഠിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മളല്ല വലുത്, മറ്റുള്ളവരാണ് വലുത് എന്ന് മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ട് മറ്റുള്ളവരെക്കുറിച്ച് പരിഗണനയുള്ളവരാകുക എന്നത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായൊരു നന്മയാണ്. മറ്റുള്ളവരെ കുറിച്ച് പരിഗണന ഉണ്ടാവണം. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, വണ്ടിയൊക്കെ ഓടിച്ചു പോകുമ്പോൾ രാത്രി കാലങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾ ഹൈലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ, ഹൈ ബീം ഇട്ട് കഴിഞ്ഞാൽ, വലിയ വെളിച്ചം ഇട്ട് കഴിഞ്ഞാൽ വണ്ടി എതിരെ ഓടിച്ചു വരുന്നവർക്ക് ഓടിച്ചു പോവുക വളരെ പ്രയാസമാണ്. മറ്റുള്ളവരെക്കുറിച്ചൊരു പരിഗണന വേണ്ടേ? മറ്റുള്ളവരെക്കുറിച്ച് പരിഗണനയുണ്ടാവണം. മറ്റുള്ളവർക്ക് ഒരു പ്രയാസമുണ്ടാകുന്ന ഒരു കാര്യവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്ന ചിന്ത, അത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ നന്മകളിലൊന്നാണ്. എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരെക്കുറിച്ച്. അതുകൊണ്ടാണ് മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠമായി കരുതാൻ തുടങ്ങണം. എന്നാലേ ഈ വിനീത ഭാവത്തിലേക്ക് വരാൻ പറ്റൂ. ഇനി ഇതെന്തുകൊണ്ടാണ് എന്നുകൂടെ ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മറ്റുള്ളവരെ എന്നേക്കാൾ വലിയവനായി കാണണമെങ്കിൽ എൻ്റെ സ്വാർത്ഥതയുടെ തൊണ്ട് പൊട്ടിച്ച് ഞാൻ പുറത്തു വരണം. എൻ്റെ സ്വാർത്ഥത കൊണ്ടാണ് ഞാനാണ് ഏറ്റവും വലിയവനെന്ന്, എൻ്റെ വിവരക്കുറവ് കൊണ്ടാണ് ഞാനാണ് ഏറ്റവും വലുതെന്ന് വിചാരിക്കുന്നത്. പക്ഷേ അതിനകത്തൊരു സ്വാർത്ഥത കിടപ്പുണ്ട്. അതിൽ നിന്ന് പുറത്തു വന്നാൽ ഈ അടിസ്ഥാനപരമായ ഭാവത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇത്തിരി ആഴങ്ങളിൽ ഞാൻ ആ വിഷയത്തെ കാണാൻ ശ്രമിക്കുമ്പോൾ, മനസ്സ് വളരാതെ സ്വാർത്ഥനായി ജീവിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ ചിന്ത, എൻ്റെ സുഖം മാത്രം പ്രധാനപ്പെട്ടത്. അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും എവിടെയായാലും എൻ്റെ സുഖം പ്രധാനം. മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു, ഞാനിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല. ഞാനാണ് കേന്ദ്രം, എൻ്റെ ലോകത്തിൻ്റെ കേന്ദ്രം ഞാനായി മാറുകയാണ്. അത് മനസ്സ് വളരാത്തതിൻ്റെ ലക്ഷണമാണ്. മനസ്സ് വളർന്നതിൻ്റെ ലക്ഷണം അതല്ല. മനസ്സ് വളരാത്തപ്പോൾ ഞാനാണ് കേന്ദ്രം എന്ന് ചിന്തിക്കും. ഞാനാണ് കേന്ദ്രമെന്ന് ചിന്തിച്ചാൽ എൻ്റെ സുഖം മാത്രം പ്രധാനം. മറ്റുള്ളവരുടെ സുഖത്തെക്കുറിച്ച് എനിക്ക് പരിഗണനയില്ല. എൻ്റെ സുഖം മാത്രം പ്രധാനം, മറ്റുള്ളതൊന്നും എൻ്റെ വിഷയമല്ല. 2, ഞാൻ പറയുന്നത് മാത്രം ശരി. അത്തരം ചില കഥാപാത്രങ്ങൾ എനിക്ക് മാത്രമേ ബോധമുള്ളൂ, വിവരമുള്ളൂ, അറിവുള്ളൂ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ അയാളുടെ കൂടെ ജീവിക്കുക പോലും വളരെ പ്രയാസകരമായി മാറും. ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്നത് മനസ്സ് വളരാത്തത് കൊണ്ടാണ്, ലോകം കാണാത്തത് കൊണ്ടാണ്, ലോകം കണ്ടതുകൊണ്ടല്ല. അതുകൊണ്ടാണ് എൻ്റെ സുഖം മാത്രം എന്ന് ചിന്തിക്കാൻ തുടങ്ങും. ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് ചിന്തിക്കാൻ തുടങ്ങും. ഞാൻ പറയുന്നത് മാത്രം ശരി. അതുപോലെ തന്നെ എൻ്റെ അധികാരം മാത്രം അംഗീകരിക്കപ്പെടണം. മറ്റാർക്കും വാക്ക് പറയാൻ പോലും അവകാശമില്ല.
മറ്റുള്ളവരെന്തെങ്കിലും എതിരായ അഭിപ്രായം പറഞ്ഞാൽ അതിനെ അടിച്ച് തകർത്ത് എൻ്റെ ആശയത്തെ സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത് മനസ്സ് വളരാത്തത് കൊണ്ടാണ്. അഭിപ്രായത്തിൻ്റെ ഭിന്നതയല്ല, അഭിപ്രായത്തിൻ്റെ ഏകീകരണമാണ്. അഭിപ്രായത്തിൻ്റെ ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി എന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ ഐക്യത്തിൻ്റെ തടസ്സമായി നിൽക്കുന്നത്. ആശയത്തിൻ്റെ ഭിന്നതയല്ല, ആശയം എൻ്റേത് മാത്രമാണ് ശരിയെന്ന ചിന്തയാണ് പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത മനസ്സിലേക്ക് കടന്നു വരിക. അതുകൊണ്ടാണ് എൻ്റെ സുഖം മാത്രം പ്രധാനം, ഞാൻ പറയുന്നത് മാത്രം ശരി, എൻ്റെ അധികാരം മാത്രം നടപ്പിലാക്കപ്പെടണം എന്ന് പറയുന്നത് മനസ്സ് വളരാത്തതിൻ്റെ ലക്ഷണമാണ്. ഞാനാണ് കേന്ദ്രം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു മനോഭാവമുണ്ട്. അത് മറ്റുള്ളവരെല്ലാം എൻ്റെ പാദശുശ്രൂഷകനാകണമെന്നാണ്. ഞാനാണ് കേന്ദ്രം, ഞാനാണ് വലിയവൻ. അപ്പം അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ എപ്പോഴും എൻ്റെ മുൻപിൽ ദാസരായി മാറണം. ക്രിസ്തു മനോഭാവത്തിലേക്ക് ഒരാൾ വളരണമെങ്കിൽ ഈ മനോഭാവത്തിൽ നിന്ന് മാറണം. അതാണ് ഞാൻ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ളവരെല്ലാം എൻ്റെ പാദശുശ്രൂഷകനാകണം എന്ന് ചിന്തിക്കുന്നവരുടെ കൂടെ ജീവിക്കുക വളരെ പ്രയാസമുള്ള കാര്യമായി മാറും. എന്നാൽ മനസ്സ് രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഞാനാണ് കേന്ദ്രം എന്നതിന് പകരം ഞാനും നീയും കേന്ദ്രമായി മാറും. ഞാനും നീയും കേന്ദ്രമായി മാറുമ്പോൾ എൻ്റെ സുഖം പ്രധാനപ്പെട്ടതാണ്, അതേപോലെ നിൻ്റെ സുഖവും പ്രധാനപ്പെട്ടതാണ്. എൻ്റെ ആശയം ശരിയാണ്, അതേപോലെ നീ പറഞ്ഞതിനകത്തും കാര്യമുണ്ട്. എൻ്റെ അധികാരം പോലെ നിനക്കും നിൻ്റേതായ അധികാരങ്ങളുണ്ട്, അതും മാനിക്കപ്പെടേണ്ടതാണ്. കുറച്ചുകൂടെ മനസ്സ് വലുതായി. അതാണ് രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന മനോഭാവം. ഈ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ പ്രധാനമായി അടിസ്ഥാന മനോഭാവം, നീ എൻ്റെ പാദം കഴുകിയാൽ ഞാൻ നിൻ്റെ പാദവും കഴുകാം. ഒന്നാമത്തെ ഘട്ടത്തിലാണെങ്കിൽ സങ്കുചിതമായ മനസ്സോടെ സ്വാർത്ഥമായി ജീവിക്കുന്ന ഒരാൾ, നീ എൻ്റെ പാദം കഴുകണം, അത് നിൻ്റെ കടമയാണ്. നീ എൻ്റെ പാദം കഴുകിയാലും എത്ര കാലം കഴുകിയാലും തിരിച്ച് നിൻ്റെ പാദം കഴുകുക എൻ്റെ വിഷയമല്ല. എന്നാൽ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഞാനും നീയും കേന്ദ്രമായി മാറുമ്പോൾ, നീ എൻ്റെ പാദം കഴുകിയാൽ ഞാൻ നിൻ്റെ പാദവും കഴുകാം. നീ എൻ്റെ അധികാരത്തെ അംഗീകരിച്ചാൽ ഞാൻ നിൻ്റെ അധികാരത്തെയും അംഗീകരിക്കാം. നീ എൻ്റെ സുഖത്തിന് തടസ്സം നിൽക്കാതെ നിന്നാൽ ഞാൻ നിൻ്റെ സുഖത്തിനും തടസ്സം നിൽക്കാതെ നിൽക്കാം. അതാണ് രണ്ടാമത്തെ തലത്തിലേക്കുള്ള വളർച്ച. അത് മനസ്സ് ഒരു പടി കൂടെ വളർന്നു എന്ന് മനസ്സിലാവും. എന്നാൽ അവിടെ നിന്ന് ഇനിയും വളരാനുള്ളതാണ്. മൂന്നാം ഘട്ടത്തിലേക്ക് മനസ്സ് വളരുമ്പോൾ ഞാനും നീയുമല്ല, മറ്റൊരാളാണ് പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാവും. ഞാനും നീയും പ്രധാനപ്പെട്ടതല്ല, അപരൻ കേന്ദ്രമായി മാറും. അപ്പം അങ്ങനെ വരുമ്പോൾ, അപരൻ കേന്ദ്രമായി മാറുമ്പോൾ എൻ്റെ സുഖമോ നിൻ്റെ സുഖമോ അല്ല പ്രധാനപ്പെട്ടത്, അപരൻ്റെ സുഖങ്ങളാണ് പ്രധാനപ്പെട്ടത്. മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കണക്കാക്കണമെന്ന ക്രിസ്തു വചനത്തിൻ്റെ പൊരുള് മനസ്സിലാക്കണമെങ്കിൽ മനസ്സ് ഇപ്രകാരം വളരുന്നതിനെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് എൻ്റെയും നിൻ്റെയും സുഖങ്ങളല്ല, അപരൻ്റെ സുഖമാണ് പ്രധാനം. അപരൻ്റെ സുഖം പ്രധാനമായാൽ എൻ്റെ സുഖവും നിൻ്റെ സുഖവും ചിലപ്പോൾ മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാകേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഒന്ന്, അപരനാണ് കേന്ദ്രമായി മാറുക. അപരൻ്റെ സുഖം പ്രധാനപ്പെട്ടത്, അപരൻ്റെ അധികാരമാണ് പ്രധാനപ്പെട്ടത്. അവിടെ എൻ്റെ അധികാരത്തിന് വിലയില്ല. എൻ്റെ ആശയത്തെക്കാളും അപരൻ്റെ ആശയത്തിനാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ 3 തലങ്ങളിലും അടിസ്ഥാനപരമായ വ്യത്യാസം ഉണ്ടാവുകയാണ്. സുഖത്തിൻ്റെ മേഖലയിൽ, അധികാരത്തിൻ്റെ മേഖലയിൽ, ആശയത്തിൻ്റെ മേഖലകളിൽ കുറേ കൂടെ തുറവിയുള്ളവനായി മാറും. ഈ മൂന്നാം ഘട്ടത്തിലേക്ക് ഒരാൾ എത്തിയാൽ വളരെ പ്രത്യേകമായി മനസ്സിലാക്കുക, അപരൻ്റെ പാദശുശ്രൂഷ എൻ്റെ കടമയാണ് എന്ന് മനസ്സിലാകും. ഒന്നാം ഘട്ടത്തിലായിരിക്കുന്നവൻ എങ്ങനെ ചിന്തിക്കും? നീ എൻ്റെ പാദം കഴുകണം. രണ്ടാം ഘട്ടത്തിലേക്ക് വളർന്നാൽ നീ എൻ്റെ പാദം കഴുകിയാൽ ഞാൻ നിൻ്റെ പാദവും കഴുകാം എന്നാകും. മൂന്നാം ഘട്ടത്തിലേക്ക് മനസ്സ് വളർന്നാൽ നീ എൻ്റെ പാദം കഴുകിയില്ലെങ്കിലും ഞാൻ നിൻ്റെ പാദം കഴുകാം. കാരണം അപരൻ്റെ പാദശുശ്രൂഷ എൻ്റെ കടമയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നു.
അപ്പോഴാണ് അപരൻ്റെ കാൽച്ചുവട്ടിൽ ഒരാൾക്ക് തൻ്റെ തല ചേർത്ത് വയ്ക്കാൻ പറ്റുന്നത്. ഇതിനെയാണ് വിനീതമായ ഭാവം, വിനീതമായ മനസ്സ് എന്ന് പറയുന്നത്. റോബോട്ട് മുട്ടുകുത്തുന്നത് പോലെയല്ല, മനുഷ്യൻ മുട്ടുകുത്തുമ്പോൾ ഒരു മനോഭാവത്തിൽ അടിസ്ഥാനപരമായ മാറ്റം വരുന്നുണ്ട് എന്നത് തിരിച്ചറിയേണ്ട വലിയ യാഥാർത്ഥ്യമാണ്. അവരെൻ്റെ മുൻപിൽ മുട്ടുകുത്തുമ്പോൾ ഞാൻ അവരനേക്കാൾ വലുതായി മാറുന്നു എന്ന വലിയ പാഠം. പരിശുദ്ധ കുർബാന അനുഭവമായി മാറണമെങ്കിൽ വിനീതമായ മനസ്സോടെ ബലിയിൽ ഞാൻ പങ്കുചേരണം. വലിയ ഭാവങ്ങളെല്ലാം മാറ്റിവെക്കണം. വിനീതമായ മനസ്സോടെ ശാന്തമായി നിന്ന് ബലിയിൽ പങ്കുചേരണം. ഇത് ഇത്തിരി കൂടി ആഴങ്ങളിൽ മനസ്സിലാക്കാൻ സങ്കീർത്തനങ്ങളിൽ 51 സങ്കീർത്തനത്തിൻ്റെ 17 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. 51 സങ്കീർത്തനത്തിൻ്റെ 17 വാക്യമാണ് ഞാൻ വായിച്ചത്. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. നുറുങ്ങിയ മനസ്സുകളെ, ഹൃദയങ്ങളെ ദൈവം ഒരിക്കലും നിരസിക്കുകയില്ല. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 2 അധ്യായം, ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 2 അധ്യായത്തിൻ്റെ 4 വാക്യങ്ങളിൽ ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യം പരിഗണിക്കണം. മറ്റുള്ളവരുടെ താല്പര്യങ്ങളെ പരിഗണിക്കാനുള്ള ഒരു മനസ്സുണ്ടാകാതെ ബലിയർപ്പണത്തിനായി വന്നാൽ ബലി നിനക്ക് അനുഭവമാകാതെ പോകും എന്നതാണ് ഞാൻ സൂചിപ്പിക്കുക. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 2 അധ്യായത്തിൻ്റെ 4 വാക്യത്തിലാണ് ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യം കൂടെ പരിഗണിക്കണം. 5 വാക്യം എത്തുമ്പോഴേക്കും ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 2 അധ്യായം 5 വാക്യത്തിൽ യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാവട്ടെ. ഏതാണ് ആ മനോഭാവം? മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കാണുന്ന, അപരൻ്റെ മുൻപിൽ മുട്ടുകുത്താൻ മാത്രം എളിമയുള്ള ഈ മനോഭാവത്തിലേക്ക് വളരണം. അതാണ് യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 2 അധ്യായം 5 വാക്യത്തിൽ നമ്മൾ വായിക്കുക. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 10 അധ്യായം 43 വാക്യം ബൈബിൾ തുറക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 10 അധ്യായം 43 വാക്യം, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായി മാറണം. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനാകണം. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 10:44 നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായി മാറണം. യജമാനനാകുന്നതിലല്ല, ദാസനാകുന്നതിലാണ് മഹത്വവും വലിപ്പവും അടങ്ങിയിരിക്കുന്നത് എന്ന വലിയ പാഠം ഇവിടെ മനസ്സിലാക്കുകയാണ്. സ്വയം ചെറുതാകാൻ മനസ്സില്ലാത്തവന് സ്വയം ചെറുതായ ക്രിസ്തുവിനെ മനസ്സിലാക്കാനാവില്ല. സ്വയം ചെറുതായ ക്രിസ്തുവിനെ, അപ്പത്തോളം ചെറുതായ ക്രിസ്തുവിനെ മനസ്സിലാക്കണമെങ്കിൽ സ്വയം ചെറുതാകുന്നതാണ് മഹത്വം എന്ന് മനസ്സിലാക്കാൻ കഴിയണം. സ്വയം ചെറുതാകുന്നതാണ് വലിപ്പമെന്ന് മനസ്സിലാക്കണം. സ്വയം ചെറുതാകുന്നതിലാണ് മഹത്വം അടങ്ങിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയണം. അപ്പോഴാണ് ക്രിസ്തുവിൻ്റെ മഹത്വവും വിലയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക. അതുകൊണ്ട് എല്ലാവരുടെയും, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവന് എല്ലാവരുടെയും ദാസനാകണമെന്നും 45 വാക്യത്തിൽ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി ജീവൻ മോചനദ്രവ്യമായി നൽകുവാനും വേണ്ടിയാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ വളരെ പ്രധാനമായി നമ്മൾ ഓർക്കേണ്ടത്, ഈശോയുടെ കാൽവരി ബലിയിൽ പങ്കെടുക്കുന്നവർ ഈശോയുടെ മനസ്സിനോട് താതാത്മ്യപ്പെടണം. ഈശോയുടെ ബലിയിലാണ് ഞാൻ പങ്കുചേരുന്നതെങ്കിൽ ഈശോയുടെ മനോഭാവത്തിലേക്ക്, ഈശോയുടെ മനസ്സിലേക്ക് ഞാൻ വളരണം. എന്നാലേ എനിക്ക് ഇതിൻ്റെ അനുഭവത്തെ സ്വന്തമാക്കാൻ പറ്റൂ. പ്രിയപ്പെട്ടവരെ, ഏതൊരു ലയനവും അതിൻ്റെ പൂർണ്ണതയിലെത്തണമെങ്കിൽ അതിനു മുൻപ് മനസ്സ് ഒന്നാകണമെന്നത് ഈ ലോകം പഠിപ്പിക്കുന്ന പാഠമാണ്. ഏതൊരു ലയനവും അതിൻ്റെ പൂർണ്ണതയിലെത്തണമെങ്കിൽ അതിനു മുൻപ് മനസ്സ് ഒന്നാവണം. അതുകൊണ്ട് വലിയ ഭാവങ്ങളൊക്കെ എടുത്തു മാറ്റി വിനീത മനസ്സോടെ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ പരിശുദ്ധ കുർബാനയായി ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക് നമ്മൾ വളരുകയാണെന്നും, അപ്പോൾ
ക്രിസ്തുവിൻ്റെ ഈ ബലിയുടെ പുണ്യയോഗ്യത എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുകയും നവീകരിക്കുകയും ചെയ്യുമെന്ന ഉത്തമമായ തിരിച്ചറിവോടെ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ബലി നമുക്ക് അനുഭവമായി മാറുക. എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിൽ നിന്നും വിമുക്തമാകുന്നത് ഇപ്പോഴാണ്. അവരുടെ ഹൃദയത്തിൽ എല്ലാവരോടും സ്നേഹവും ഐക്യവും ഉണ്ടാവും. രണ്ടാം പ്രണാമജപത്തിന്, പരിശുദ്ധ കുർബാനയിലെ രണ്ടാം പ്രണാമജപത്തിന് മുൻപുള്ള യാതന പ്രാർത്ഥനയിൽ വിനീത മനസ്സിൻ്റെ ഭാവാത്മകവും നിഷേധാത്മകവുമായ വശങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടെ പറഞ്ഞു വെച്ച് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിൽ നിന്നും വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവ്വം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. വിനീതൻ്റെ മനസ്സ് ബുദ്ധിക്കതീതമായ ദൈവീക ജ്ഞാനത്താൽ നിറയപ്പെടും എന്നുകൂടെ നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ദൈവീക ജ്ഞാനം കൊണ്ട് നിറയണമെങ്കിൽ എൻ്റെ തലക്കനങ്ങളൊക്കെ ഞാൻ അവസാനിപ്പിക്കണം. കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസ്സാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ ഈ ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്, ഓരോ പരിശുദ്ധ കുർബാനയും ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കണമേ എന്ന്, ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും കുർബാനയുടെ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങൾ നിറയപ്പെടുന്നതിനിടയാക്കണമെന്നും നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കത്തോലിക്കാ സഭയിലെ ഏറ്റവും വലിയ ആരാധന പരിശുദ്ധ കുർബാനയാണ്. ഈ കുർബാനയിലൂടെയാണ് ഓരോ വ്യക്തിയും നവീകരിക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. പരിശുദ്ധ കുർബാന ഈശോ എന്ന വ്യക്തിയുമായുള്ള ആഴമായ ബന്ധമാണ്. ഈ ലയനാനുഭവത്തിന് ക്രിസ്തുവിൻ്റെ മനോഭാവങ്ങൾ നമ്മിൽ രൂപപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമായ ബലിക്കായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം.